നമസ്കാരം. 2025 ജൂലൈ മാസം 2-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ നവഗ്രഹ നക്ഷത്രഫലം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താല്പര്യപ്പെടുക. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരിൽ ഉണ്ടാകും. എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ നവഗ്രഹ നക്ഷത്രഫലം പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുവാൻ പരമാവധി ശ്രമിക്കും. അപ്പോൾ മുടങ്ങാതെ കാണുവാൻ ശ്രമിക്കുക. അറിയേണ്ട കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് കുടുംബം, കുട്ടികൾ, ഭാര്യ, മാതാപിതാക്കൾ, മക്കൾ, തൊഴിൽ, ദാമ്പത്യം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഓരോ ദിവസത്തെയും അനുഭവങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ ഇതിൽ കൂടി പറയുന്നു. പ്രിയപ്പെട്ടവർ അതൊക്കെ കേട്ട് മനസ്സിലാക്കി ജീവിക്കുക. പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വരുന്ന പ്രതിസന്ധികളൊക്കെ അതിജീവിക്കാനുള്ള ഒരു കരുത്തും നമ്മൾ നേടുക. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ നവഗ്രഹ നക്ഷത്രഫലം മുടങ്ങാതെ എല്ലാ ദിവസവും പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുവാൻ താല്പര്യപ്പെടുക. അതുപോലെ മറ്റൊരു കാര്യം കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 2025 ജൂലൈ മാസം 6, 13, 20 എന്നീ തീയതികളിൽ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസം പൂജ ചെയ്തു. അതിൻ്റെ ബാക്കി ജീവൻ കാളഹസ്തിയിൽ പോയി അതെല്ലാവർക്കും വേണ്ടി ആ പൂജയിൽ പങ്കുചേർന്ന എല്ലാവർക്കും വേണ്ടി അവിടെയും പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും വന്നു ചേരും. അപ്പോൾ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നത് എന്തിനാണ്? ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ, മക്കളുടെ വിവാഹം നടക്കുവാൻ, തൊഴിൽപരമായിട്ടുള്ള ഉന്നതി ഉണ്ടാകുവാൻ, നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുവാൻ, നല്ല കുടുംബജീവിതം നയിക്കുവാൻ, മക്കൾ നേരായ വഴിയിൽ കൂടി പോകുവാൻ, മാതാപിതാക്കൾ മാരകമായ രോഗങ്ങളിലൊന്നും പിടിപെടാതിരിക്കുവാൻ, അങ്ങനെ സർവ്വവിധമായ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ വേണ്ടിയാണ് മഹാദേവ സന്നിധിയിൽ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നത്. നവഗ്രഹങ്ങൾ എത്രയേറെ ഫലങ്ങൾ തന്നാലും രാഹുവും കേതുവും വിചാരിച്ചാൽ നേട്ടങ്ങളെല്ലാം ഇല്ലാതാക്കുവാൻ സാധിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെയാണ് നടന്നു വരുന്നതും. അപ്പോൾ ആ രാഹു കേതു ദോഷപരിഹാര പൂജ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടി പഠിക്കുന്നൊരു കുട്ടിയാണ്, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, നല്ല ജോലിയുണ്ട്. പക്ഷേ ആ പെൺകുട്ടി രാഹുവിൻ്റെ സ്വാധീനം കൊണ്ട് ഒരു വഴിവിട്ട പ്രണയബന്ധത്തിൽ പോയാൽ അതിൻ്റെ ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമാവും. അവൻ്റെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ എത്ര ഉത്സാഹമായിട്ട് പഠിച്ചു, നല്ല മാർക്ക് മേടിച്ചു, നല്ല ജോലി വാങ്ങിച്ചു, പക്ഷെങ്കിൽ അവസാന സമയം രാഹു സ്വാധീനിക്കുന്നത് കൊണ്ട് ആ കുട്ടി ഒരു പ്രേമബന്ധത്തിൽ അകപ്പെട്ടു മാതാപിതാക്കളുമായിട്ട് ശത്രുതയിൽ പോയി. അത് അതിൻ്റേതായ വഴിയിൽ പോകുമ്പോൾ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ ഇല്ലാതാകുവാൻ വേണ്ടി ചെയ്യുന്ന പൂജയാണ് രാഹു കേതു ദോഷപരിഹാര പൂജ. അപ്പോൾ നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാൻ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുക. അവനവൻ്റെ യഥാശക്തി പോലെ എല്ലാ മാസവും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിനൊന്നും ഒരു തടസ്സമില്ല. അപ്പോൾ താല്പര്യമുള്ളവർ 1000 രൂപയാണ് ഞാനിതിൻ്റെ ദക്ഷിണ വാങ്ങിക്കുന്നത്. ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പൂജ 500 രൂപയാണ്. അപ്പോൾ ഞാൻ ഈ 500 രൂപ മേടിച്ച് പൂജ ചെയ്യണം. പ്രിയപ്പെട്ടവർക്ക് അതിൻ്റെ പ്രസാദമൊക്കെ അയച്ചു തരണം. നിങ്ങൾ മഹാദേവ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അയച്ചു തരും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ കാളഹസ്തി പോയി ചെയ്യും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സകലവിധ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു പൂജയാണ്. നിങ്ങൾ താല്പര്യപൂർവ്വം സഹകരിക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ 2025 ജൂലൈ മാസം 2-ാം തീയതി ബുധനാഴ്ച ദിവസം മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥ, ദേഹനന്മയൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബവും സുഖവും ധനപരമായ നേട്ടവും സ്ത്രീകൾ മുഖേന ഉണ്ടാകുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം വലിയ മെച്ചമല്ല. ദാമ്പത്യ ജീവിതം വലിയ കുഴപ്പമില്ലാതെ പോകുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ കൂടി അല്ലെങ്കിൽ ഭാര്യ മുഖേന ഭർത്താവ് മുഖേനയൊക്കെ ധനം വന്നു ചേർന്ന് ദാമ്പത്യ ജീവിതം ഐശ്വര്യപ്രദമായി തീരുന്നൊരു ദിവസം കൂടിയാണ്. മക്കളുടെ കാര്യത്തിൽ പെൺമക്കൾക്ക് ശത്രുതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആൺമക്കളെ സംബന്ധിച്ച് തരക്കേടില്ലാത്ത ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. കാര്യവിജയം സ്വന്തം പ്രയത്നത്തിൽ കൂടി ഉണ്ടാകുന്നൊരു ദിവസമാണ്. രോഗം, ശത്രുത, കടമൊന്നും അലട്ടുവാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾ സ്ഥിതി മെച്ചവുമായിട്ടുള്ളൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് അവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. സുഖം, സ്വസ്ഥ, ദേഹനന്മയൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമാണ്. ദാമ്പത്യ ജീവിതം ചിലരെ സംബന്ധിച്ച്
മെച്ചപ്പെട്ട ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകണമെന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. മക്കളുടെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശത്രുതയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രോഗം, ശത്രുത, കടമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഇതൊന്നും ഇല്ലാതെയും പോകുവാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലവും പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലവുമാണ്. പിതാവ് മുഖേന ചിലപ്പോൾ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം എന്നുള്ളത് ഇടവക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മ വ്യക്തിപരമായി അവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതി നല്ല അനുഭവം തന്നെ വരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് കലാകാരന്മാർ, ശാസ്ത്രകാരന്മാർക്കൊക്കെ നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. പെൺമക്കൾ മുഖേന കുടുംബത്തിൽ ധനം വന്നു ചേരുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ അനുകൂലമായ നല്ല അനുഭവങ്ങൾ കുടുംബത്തിൽ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്. ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ്. മക്കളുടെ സ്ഥിതി വലിയ തരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി പോകും. എന്നാൽ മക്കൾക്ക് മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നാലും ബന്ധുക്കൾ ശത്രുക്കളായി തീരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കാര്യവിജയം പൂർണ്ണമായിട്ടും അനുകൂലമല്ല എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. രോഗം, ശത്രുത, കടമൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. ചിലപ്പോൾ പിതാവ് മുഖേനയുള്ള അസ്വസ്ഥകളും പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനിയും കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല, പൂയം, ആയില്യം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മ ഈ ജാതകരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള ധനമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ കുടുംബത്തിൻ്റെ സ്ഥിതി, ധനസ്ഥിതി മെച്ചമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. തൊഴിൽപരമായിട്ടൊരു വലിയ നേട്ടം വന്നു ചേർന്നില്ലെങ്കിൽ പോലും തൊഴിൽ കൂടിയുള്ള ധനമാണ് ഇവർക്ക് ജീവിക്കുവാൻ കിട്ടുക എന്നുള്ളതും സത്യമായ കാര്യമാണ്. ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല. മക്കളുടെ സ്ഥിതി മെച്ചമല്ല. കാര്യവിജയം പൂർണ്ണമായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമല്ല. രോഗം, ശത്രുത, കടം അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം. മാതാപിതാക്കളുടെ സ്ഥിതി മോശമാണ്. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്തരം, കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മ ഈ ജാതകരെ സംബന്ധിച്ച് അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റക്കുറിച്ചിൽ കൂടി കടന്നു പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മക്കളുടെ സ്ഥിതി മെച്ചമാണ്. മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നൊരു സമയമാണ്. കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. രോഗം, ശത്രുത, കടമൊന്നും വലിയ ദോഷമായിട്ട് വന്നു ചേരാത്ത ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. എന്നാൽ ഒരു പരിധിവരെയൊക്കെ രോഗത്താലും ശത്രുതാലും കടബാധകളും ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മാതാപിതാക്കളുടെ സ്ഥിതി അനുകൂലമായൊരു ദിവസമാണെന്നുള്ളതും ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്തരം, കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിര, 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർക്ക് സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണെങ്കിലും ശത്രുതയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിന്ദയോ പരിഹാസമൊക്കെ ഒരു പരിധിവരെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ്. ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല. മക്കളുടെ സ്ഥിതി മെച്ചമല്ല. കാര്യവിജയം പൂർണ്ണമായിട്ടും അനുകൂലമായി വന്നു ചേരണമെന്നില്ല. എന്നാൽ ഈ ബുധനാഴ്ച ദിവസം പരിവർത്തന രാജയോഗം കൊണ്ടും ശനിയുടെ ദോഷം ഇല്ലാത്തവർക്കും നേട്ടങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്നൊരു ദിവസമാണ്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പരിവർത്തന രാജയോഗമുണ്ട്. പക്ഷെങ്കിൽ ശനി ദോഷം ചെയ്യാത്തവർക്കാണ് പരിവർത്തന രാജയോഗം കൊണ്ടുള്ള നേട്ടം വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. രോഗം, ശത്രുത, കടബാധയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നത് സാഹചര്യമാണല്ലോ. മാതാപിതാക്കളുടെ സ്ഥിതി നോക്കുമ്പോൾ വലിയ തിരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര, 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വലിയ കുഴപ്പമൊന്നും വ്യക്തിപരമായി ഉണ്ടാകാത്ത സുഖസ്വസ്ഥ ദേഹനന്മ തിരക്കേടില്ലാത്ത അനുഭവം കൊടുക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നും ഇവർക്കുണ്ടാകുന്ന ദിവസമല്ല. ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ്. മക്കളുടെ സ്ഥിതി മെച്ചമാണ്. കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കാം. രോഗം, ശത്രുത, കടബാധകളിൽ നിന്നും ഭാരപ്പെടുന്നൊരു സാഹചര്യം നിലവിലില്ല. മാതാപിതാക്കളുടെ സ്ഥിതി, പിതാവിൻ്റെ സ്ഥിതി അനുകൂലവും മാതാവിൻ്റെ സ്ഥിതി മോശവുമാണ്. മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചിലർക്ക് സുഖക്കുറവ്, അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഇച്ചിരി മോശമായ സ്ഥിതി ചിലർക്കൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ചന്ദ്രൻ 12-ൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാലാനുരം, കേട്ട നാളുകാരെ സംബന്ധിച്ച് വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മ തരക്കേടില്ലാത്ത അനുഭവത്തെ നൽകുന്നൊരു ദിവസമാണ്.
ഈ ബുധനാഴ്ച ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല. തൊഴിൽപരമായിട്ട് ഈ ജാതകരെ സംബന്ധിച്ച് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് പട്ടാളം, പോലീസ് അങ്ങനെയുള്ള നീതിന്യായ മേഖലകളിലൊക്കെ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം ഈ ജാതകരെ സംബന്ധിച്ച് അനുകൂലമായ നല്ല അനുഭവങ്ങൾ തരുന്ന ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. മക്കളുടെ സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് അത്ര മെച്ചമല്ല. കാര്യവിജയം പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ലല്ലോ. 5-ൽ ശനിയാണ് നിൽക്കുന്നത്. അപ്പോൾ രോഗം, ശത്രുത, കടബാധികൾ വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇവരെ അലട്ടുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. മാതാപിതാക്കളുടെ സ്ഥിതി, പിതാവിനെ കൊണ്ട് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ മേലധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ ഈ ജാതകർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹത്തിന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും അത്ര മെച്ചമല്ല. 4-ൽ ശനി നിൽക്കുന്നൊരു സാഹചര്യമാണല്ലോ ഇപ്പോൾ ഉള്ളത്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമാണ്. തൊഴിൽപരമായിട്ട് ഇവർക്ക് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത്. ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ്. മക്കളുടെ സ്ഥിതി മെച്ചമാണ്. അതുപോലെ തന്നെ കാര്യവിജയം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. രോഗം, ശത്രുത, കടബാധയുള്ള പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുന്നൊരു സാഹചര്യമല്ല നിലവിലുള്ളത്. മാതാപിതാക്കളുടെ സ്ഥിതി അവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന സമയമാണെന്നുള്ളത് ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖം, സ്വസ്ഥ ദേഹത്തിന്മയൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ്. വ്യക്തിപരമായി അവർക്ക് അനുകൂലമായ ദിവസമാണ് ബുധനാഴ്ച ദിവസം. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഈ ജാതകരെ സംബന്ധിച്ച് തരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നു. അതുപോലെ തന്നെ ചിലർക്ക് ശത്രുതയൊക്കെ ഉണ്ടാകാം. അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകാം. 7-ൽ ബുധൻ നിൽക്കുന്നു. എങ്കിലും പ്രശ്നങ്ങളില്ലാതെ പരിവർത്തന രാജയോഗത്തിൻ്റെ നേട്ടം ഈ ജാതകർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഉള്ളത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ദാമ്പത്യ ജീവിതം അങ്ങനെ ശോഭനമാകും. മക്കളുടെ സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് മെച്ചപ്പെട്ടൊരു ദിവസമാണ്. കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. രോഗം, ശത്രുത, കടബാധയുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഇവരെ അലട്ടുന്നൊരു സാഹചര്യമല്ല. മാതാപിതാക്കളുടെ സ്ഥിതി ഇവർക്ക് മെച്ചമാണ്. അപ്പോൾ അങ്ങനെ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂരുട്ടാതി, മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ സുഖസ്വസ്ഥ ദേഹത്തിന്മയൊക്കെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. ചിലർക്ക് തരക്കേടില്ലാതെ പോകുന്നു. 2-ൽ ശനിയാണ്. ഈ കുംഭക്കൂറുകാരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ശനി തന്നെയാണ് 2-ാം ഭാവത്തിൽ നിൽക്കുന്നത്. 2-ാം ഭാവത്തിൻ്റെ അധിപൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. എങ്കിലും ചിലർക്കൊക്കെ 2-ൽ ശനിയല്ലേ, അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ കുടുംബസുഖമൊക്കെ കുറയും, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെങ്കിൽ ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. മക്കളുടെ സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് മക്കളുടെ സ്ഥിതി അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. പെൺമക്കൾക്ക് ഒരു പക്ഷേ ശത്രുതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പുത്രദുഃഖം അതുപോലെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. 5-ൽ വ്യാഴം നിൽക്കുന്നു. 5-ൽ വ്യാഴം നിന്നാൽ പുത്രദുഃഖം എന്നാണ് പറയുന്നത്. അപ്പോൾ 5-ൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പെൺമക്കൾക്ക് ശത്രുതയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. രോഗം, ശത്രുത, കടബാധയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു പരിധിവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ സ്ഥിതി, പിതാവിൻ്റെ സ്ഥിതി അനുകൂലവും മാതാവിൻ്റെ സ്ഥിതി മോശവുമാണെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, കാലുത്തുട്ടാതി, രേവതി നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹത്തിന്മയൊക്കെ തരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നും ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം തൊഴിൽപരമായിട്ടുള്ള നേട്ടമെന്ന് പറഞ്ഞാൽ 10-ാം ഭാവത്തിൻ്റെ അധിപൻ 4-ാം ഭാവത്തിൽ നിന്നും കേന്ദ്രാധിപത്യം ഉള്ളതും വലിയ ശുഭകരമായ അനുഭവങ്ങളൊന്നും തൊഴിൽ മേഖലയിൽ നിന്ന് ലഭിക്കണമെന്നില്ല. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ പോകുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതത്തിൽ നേട്ടങ്ങൾ, പരിവർത്തന യോഗം കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നേട്ടങ്ങൾ തന്നെ അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. മക്കളുടെ സ്ഥിതി ഇവർക്ക് മെച്ചമാണ്. കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. രോഗം, ശത്രുത, കടബാധയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. മാതാപിതാക്കളുടെ സ്ഥിതി, പിതാവിൻ്റെ സ്ഥിതി മോശവും മാതാവിൻ്റെ സ്ഥിതി അനുകൂലവുമായ ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ സ്ഥിതി വലിയ തരക്കേടില്ലാത്ത പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതും മീനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
നവഗ്രഹ നക്ഷത്രഫലമായിട്ട് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഈ വീഡിയോ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. മഹാദേവൻ്റെ കാരുണ്യം കൊണ്ടും കൃപാകടാക്ഷം കൊണ്ടും ജീവിതം അഭിവൃദ്ധിയിലേക്കും ഉന്നതിയിലേക്കും കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.